നമസ്കാരം. ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞൊരു നാടൻ ഐറ്റമാണ്. ചേമ്പിൻ്റെ താള് തണ്ടെന്നൊക്കെ പറയും. ഇത് വെച്ച് നമ്മൾ സിമ്പിളായിട്ട് ഒരു തോരനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വൃത്തിയാക്കി എടുത്ത് ഒന്ന് കട്ട് ചെയ്യണം. ഇതാദ്യം നമുക്കൊന്ന് വൃത്തിയാക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി മാറ്റിയിട്ട് ഇതിൻ്റെ പുറത്ത് ഇത് തൊലി നമുക്കിങ്ങനെ കത്തിയുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇതെല്ലാം നമുക്കൊന്ന് ഇങ്ങനെ ചെത്തി ആ പുറത്ത് തൊലി വൃത്തിയാക്കി എടുക്കാം. ഇതിൽ നമുക്ക് ഇതൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം മൊത്തം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യണം. ഇത് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. സാധാരണ തോരനൊക്കെ അരിയുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിയാം. നമുക്കിത് മാറ്റിയേക്കാം ബൗളിലോട്ട്. അപ്പോൾ നമ്മൾ ഈ തോരൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തോരൻ അങ്ങോട്ട് റെഡിയാക്കാം. അപ്പോൾ പാത്രം നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് വെച്ചേക്കാം. പിന്നെ ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ടു. ഇതിലൊരു ചെറുതായിട്ട് വരുന്ന ശകലം ഇഞ്ചി, പച്ചമുളക്, രണ്ട് വറ്റൽമുളക്, കറിവേപ്പില, നമുക്ക് ഇതിലേക്ക് ശകലം പരിപ്പാണ് ഇട്ട് കൊടുക്കുക. പരിപ്പ് നല്ലോണം മൂക്കണം. നല്ലോണം മൂക്കണം. ഒരു സവാള, ലേശം മഞ്ഞൾപ്പൊടി, നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കുക. ലേശം ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം കുടംപുളി, ഈ ചേമ്പിൻ്റെ തണ്ടിന് ചെറിയൊരു ചരുതരിപ്പൊക്കെ ഉണ്ട് നമ്മുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കതൊന്ന് ചേർത്ത് ഓർമ്മ ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം.
ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. തുറന്ന് നോക്കാം. ഈ സൈഡിൽ നമുക്ക് ഇതിനകത്തിൽ തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ഒക്കെ ഇട്ട് ഒതുക്കിയെടുത്ത ആണ് ഈ തേങ്ങയ്ക്കകത്തിൽ. ജീരകം ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്യാം. ഇത് വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്നൊരു വേവുന്ന ഐറ്റമാണ്. അങ്ങനെ നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കണം. 2-3 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കണം. തോരൻ ആദ്യം ഇതൊരു നല്ല എന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുടംപുളി അങ്ങ് മാറ്റിയേക്കാം. വീട്ടിരുന്ന ആ കുടംപുളി നമുക്കൊന്ന് പറക്കി മാറ്റാം. ഉപ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട് സാധനം. എന്നാലും ഒരു വെള്ളമായൊക്കെ ഒന്ന് അതിലൊന്ന് മാറട്ടെ. 2-3 മിനിറ്റ് കൂടെ നമുക്ക് ഒന്നിങ്ങനെ ചിക്കി നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ തോരൻ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വളരെ എളുപ്പമൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇന്നിപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. പഴയ ആൾക്കാരൊക്കെയാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ. ഇപ്പോൾ തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.